And then, ladies and gentlemen, we on 9th and 10th night, we decided to respond in a measured fashion to Indian aggression, and we had decided that at 4:30 in the morning after Fajr prayers, Pakistan armed forces led very ably by our Field Marshal, Chief Army Staff sitting here, Syed Asim Munir, to teach a lesson to our enemy. But before that hour reached, India again launched missile attacks, BrahMos, and hit Pakistan's various provinces, including airport in Rawalpindi and other places. നമസ്കാരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇംഗ്ലീഷിലാണ് പ്രസംഗം. അസർബൈജാൻ സന്ദർശന വേളയിൽ അവിടെ നടത്തിയ പ്രസംഗമാണ്. പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ വാക്കുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. അതായത് മെയ് മാസം 9-ാം തീയതിയും 10-ാം തീയതിയും തിരിച്ചടിക്കാൻ, അതായത് ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ വെളുപ്പിന് 4:30 പ്രാർത്ഥനയ്ക്ക് ശേഷം ഇങ്ങനെ ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങി. എന്നാൽ നമ്മുടെ ആക്രമണം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിൽ പതിച്ചു. അതും ബ്രഹ്മോസ് മിസൈലുകളാണ് പാകിസ്ഥാനിൽ പതിച്ചത്. റാവൽപിണ്ടിയിലെ വ്യോമതാവളത്തിലും മറ്റു പലയിടങ്ങളിലും ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു എന്നാണ് പാക് പ്രധാനമന്ത്രി പാകിസ്ഥാൻ്റെ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ അസിം മുനീറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്. അദ്ദേഹം വേദിയിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതായത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ മണ്ണിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്നും, എന്നാൽ പാകിസ്ഥാൻ സേന ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി നൽകിയെന്നും, തിരിച്ച് വീണ്ടും ഇന്ത്യ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുടെ മിസൈലുകളെല്ലാം തകർത്തു എന്നാണ് പാകിസ്ഥാൻ ഇതുവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്, നുണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേരിൽ വലിയ വിജയാഹ്ലാദ പ്രകടനങ്ങളൊക്കെ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും നടന്നു. പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നേടിയ വിജയം ആഘോഷിക്കുകയാണ്. ആ സമയത്താണ് പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി ജനറൽ അസിം മുനീർ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് യുദ്ധവിജയത്തിൻ്റെ സ്മാരകമായി ഒരു ഫോട്ടോ നൽകുന്നത്. ഇന്ത്യയെ മിസൈൽ ആക്രമണം നടത്തുന്ന ഫോട്ടോയാണ് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പട്ടാള മേധാവി നൽകിയത്. പക്ഷെ അത് ഇന്ത്യൻ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കുകയായിരുന്നു. അതായത് ചൈനീസ് പട്ടാളം ഒരു മിലിറ്ററി ഡ്രില്ല് നടത്തിയതിൻ്റെ ചിത്രമാണ്. അത് ഫോട്ടോഷോപ്പ് ചെയ്ത് ആണ് പാക് പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ പട്ടാള മേധാവി പറ്റിക്കുകയായിരുന്നു എന്ന ചോദ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടുകൂടി പാകിസ്ഥാൻ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു. അതായത് മെയ് 9-നും 10-നും ഒക്കെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ പതിച്ചു എന്ന ഒരു സമ്മതം നടത്തുന്നത്. സത്യം അത് വളച്ചൊടിച്ചാലും എത്രമാത്രം വളച്ചൊടിച്ചാലും അതൊരിക്കലും നിലനിൽക്കുകയില്ല. അതേ നുണ പ്രചരിപ്പിച്ച അതേ വായിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇതിൽ പ്രധാനമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന് കണക്കിന് കിട്ടി. പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല, പാകിസ്ഥാൻ മണ്ണിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി ഇന്ത്യൻ മിസൈലുകൾ എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ്. രണ്ടാമത്തേത്, കൊട്ടിഘോഷിച്ച വിജയം അത് തകർന്നു വീഴുകയാണത് നുണയാണ്, വ്യാജ വിജയമായിരുന്നു എന്ന് ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ തെളിയുകയാണ്. അതായത് പാകിസ്ഥാന് യാതൊരുവിധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല, ഇന്ത്യയുടെ ആക്രമണത്തെ തടുക്കാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ പറയാതെ പറയുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഇതുവരെ നുണകൾ പ്രചരിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം നടത്തി അവർ ഈ 4 ദിവസത്തെ യുദ്ധത്തിൽ വിജയിച്ചു എന്ന ആ അവകാശവാദം തെറ്റാണ് എന്ന് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ ഇപ്പോൾ വിളിച്ചു പറയുകയാണ് ലോകത്തോട്. ഇന്ത്യ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ് ശരി എന്ന് ലോകം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. അതായത് പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ആണ് ഇന്ത്യയോട് വെടിനിർത്തൽ വേണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത്. 2 തവണ ഇത്തരത്തിൽ
പാക് DGM വിളിച്ചു എന്ന വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നതാണ്. രണ്ടാം തവണയാണ് ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചത്. എന്തായാലും പാകിസ്ഥാന്റെ ആ നുണകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.